ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ലാവിഷ്ലൂം എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റാ പേജിൽ നിന്ന് ഒരു ഡ്രസ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ മലയാളികളുടെ ഒരു സ്വഭാവമാണ്, മലയാളികളുടെ നല്ല എല്ലാവർക്കും ഇപ്പം അങ്ങനെ തന്നെയാണല്ലേ, പുതിയൊരു ഡ്രസ്സ് കിട്ടിക്കഴിഞ്ഞാൽ അതിട്ടിട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ആ ഡ്രസ്സൊക്കെ കിട്ടിയിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ ഏട്ടൻ നാട്ടിലില്ലായിരുന്നു. അപ്പോൾ ഏട്ടൻ ഉണ്ടെങ്കിൽ നമുക്ക് ഫോട്ടോസ് എടുക്കാൻ പോകാൻ പറ്റത്തുള്ളൂ. ഏട്ടൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഒന്നും നോക്കിയില്ല, അങ്ങനെ വണ്ടി എടുത്ത് വിട്ടു ഞങ്ങൾ വാഴാലിക്കാവിക്ക്. നമ്മളെപ്പോഴും നമ്മുടെ ഷൂട്ടിംഗ് പ്ലേസ് എന്ന് പറയുന്നത് വാഴാലിക്കാവായിരിക്കും കേട്ടോ. നമുക്ക് എന്താ പറയുക, ഫോട്ടോസ് എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഇഷ്ടം വാഴാലിക്കാവിൽ പോയിട്ട് എടുക്കാനാണ് ഇഷ്ടം. അവിടെ അടിപൊളി പ്ലേസ് ആണല്ലോ, കുറേ പേര് ഫോട്ടോസ് എടുക്കാനും നമ്മുടെ സേവ് ദ ഡേറ്റിനും ഒക്കേത്തിനും വേണ്ടിയിട്ട് വരുന്നൊരു പ്ലേസാണ് നമ്മുടെ ഈ വാഴാലിക്കാവ് എന്ന് പറയണത്. അപ്പോൾ ആമിക്കുട്ടിയുടെ ഫോട്ടോസ് എടുക്കണില്ല, അവൾക്ക് പുതിയ ഡ്രസ്സ് അടുപ്പിച്ചിട്ട് ഞങ്ങളിനി അവളുടെ ഫോട്ടോസ് ബർത്ത്ഡേയുടെയും വിഷുവിൻ്റെ ഒക്കെ ഇനി ഫോട്ടോസ് വരാൻ കിടക്കുന്നതേ ഉള്ളൂ. ആമിക്കുട്ടിയുടെ ഫസ്റ്റ് ബർത്ത്ഡേയുടെയും അതേപോലെ വിഷുവിൻ്റെ ഒക്കെ ഫോട്ടോസ് ഇവിടെ തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതൊക്കെ എടുത്തിട്ട് ഒരു കൊല്ലമാവാറായിട്ടോ. എൻ്റെ മോൾക്ക് 2 വയസ്സാവാറായി. എത്ര പെട്ടെന്നാലേ സമയങ്ങളൊക്കെ പോകുന്നത്. നമ്മളിത് ഫോട്ടോഷൂട്ടിന് വന്നതാണ് കേട്ടാ, നമ്മുടെ വാഴാലിക്കാവിലെ വന്നത്. നല്ല വെയിൽ ഗൈസ്, അയ്യോ മുടിഞ്ഞ വെയിലാണ് കേട്ടോ. അപ്പോൾ കൊടയൊക്കെ എടുത്തിട്ട് പോകുന്നത് കുഞ്ഞുങ്ങളെ കാരണം. പിന്നെ എൻ്റെ ഓൾറെഡി കഴിഞ്ഞു, അതാ ബാക്കിയുള്ളവരിതാ പുഴയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളിവിടെ നിൽക്കുകയാണ്, വല്ലാണ്ട് പുഴയ്ക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര വെയിൽ, ചുട്ടൊരു വഴിക്കായിട്ടുണ്ട്. ഇതാ ഈ ഭാഗത്താണ് ഞാൻ വീഡിയോ ഇത് കാണിച്ചു തരാം കേട്ടോ, വീഡിയോ കാട്ടിത്തരാം. ഭാരതപ്പുഴയിൽ ഇപ്പം അടുത്തൊരു 3-4 പേര് മരിക്കൊക്കെ ചെയ്തില്ല. അപ്പം അതിൻ്റെ മുന്നോടിയായിട്ട് അപകട മുന്നറിയിപ്പൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്താ ദാ അവിടെ ദാ ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിതാ വരുന്നു, നല്ല വെയിലുണ്ട് കേട്ടോ. ഞങ്ങൾ വരുന്ന സമയത്തൊന്നും ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല, ഇപ്പം അത് നിറച്ച് കാറൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. ഓ ഭയങ്കര ചൂടാട്ടോ, സഹിക്കാൻ പറ്റണില്ല. നമ്മൾ ലാവിഷ്ലൂം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് ഡ്രസ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഡ്രസ്സാണ് കേട്ടോ. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ വഴിയെ വരുന്നുണ്ട്, ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അഫോർഡബിൾ ആയിട്ട് ഇങ്ങനത്തെ ഒരു ധാവളി നിങ്ങൾക്ക് ഉടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പേജിൽ നിന്ന് ഫോളോ ചെയ്തൊന്ന് ചേച്ചിയോടൊന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്ക് കേട്ടാ. ആമി ഇങ്ങോട്ട് വാ, ഇവിടെ തല്ലൂട്ടായി ഗൈസ്. ഇവിട്ട് വാന്ന് 2 ഗൈസ്. അവിടെ പാലം പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, തടയണയുടെ പണി. ഇപ്പൊ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. വീഡിയോസും ഫോട്ടോസൊക്കെ ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒക്കെ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇവിടെ വാഴാലിക്കാവ് അറിയാത്തവരാരും ഉണ്ടാവില്ല. ഞങ്ങൾ സ്ഥിരം ഷൂട്ടിംഗ് പ്ലേസ് ആണ്, ഞങ്ങൾ സ്ഥിരം സ്പോട്ടാണ് ഇവിടെ. കുറച്ച് ദിവസം മുന്നേ നമ്മുടെ ഉപ്പും മുളകും ലൈറ്റിനിട്ട് എൻ്റെ ചേച്ചിയുടെ പേര് പൊന്നു അല്ലേ, അഞ്ജന അനിൽകുമാർ. ആ ചേച്ചിയും ഹസ്ബൻഡ് കുട്ടിയൊക്കെ വന്നിട്ട് ഇവിടുന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് അവരൊക്കെ ഇവിടെ വന്നു എന്ന് പറഞ്ഞത് കാണാൻ. താഴെ ഇറങ്ങാൻ. അയ്യോ, ഇത് ഞാനൊരു ഇൻസ്റ്റാ പേജിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. പെറ്റൽസ് അങ്ങനെ എന്താണ് പേര്, ഞാനിവിടെ താഴെ മെൻഷൻ ചെയ്യാം കേട്ടോ. പേജ് അടിപൊളി മാലയല്ലേ, അപ്പൊ നല്ല രസമുണ്ട് കാണാൻ. എടുത്ത കുറച്ച് ഫോട്ടോസ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട് ഗൈസ്, നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയണേ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഫോട്ടോസൊക്കെ. എൻ്റെ ഇൻസ്റ്റ തുറന്നു കഴിഞ്ഞാൽ ഫുള്ള് ഇപ്പോൾ ഇതുപോലത്തെ ധാവണിയുടെയും ഒക്കെ കളക്ഷൻസിൻ്റെയും ഫോട്ടോസൊക്കെയാണ് കേട്ടോ ഉള്ളത്. എൻ്റെ ധാവണിയുടെ റേറ്റ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഞെട്ടും. വെറും 2000 രൂപയ്ക്കാണ് കേട്ടോ ഞാൻ ഈ ധാവണി മേടിച്ചിട്ടുള്ളത്. അഫോർഡബിൾ പ്രൈസിന് നിങ്ങൾക്കും ഇതുപോലത്തെ ധാവണി ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. 2000 എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കൂല മെറ്റീരിയൽ മാത്രമാണെന്നല്ല കേട്ടോ, ഫുള്ളി സ്റ്റിച്ചഡ് ആണ്. ഓരോ മെറ്റീരിയലിനനുസരിച്ചിട്ടാണ് കേട്ടോ റേറ്റ് വരുന്നത്. പിന്നെ വിഷുവൊക്കെ ആവാറായി, തുണിക്കൊക്കെ റേറ്റ് കൂടാൻ പോവാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോട്ടോ. ഞാൻ താഴെ നമ്പറൊക്കെ മെൻഷൻ ചെയ്ത് കൊടുക്കേ.
അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ ബൈ ബൈ, സീ യു.